ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ ബാഴ്സലോണ ഇന്റർ പോരാട്ടം ആവേശ സമനിലയിൽ കലാശിച്ചു. ബാഴ്സ തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 3 ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിയുകയും ചെയ്തു. ബാഴ്സലോണയെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇന്റർ മത്സരം തുടങ്ങിയത്. ആദ്യ മിനിറ്റിൽ തന്നെ മാർക്കസ് തുറാമിന്റെ ഗോളിൽ ഇന്റർ മുന്നിലെത്തി. പിന്നാലെ 21ാമത്തെ മിനിറ്റിൽ കോർണർ കിക്ക് അക്രോബാറ്റിക് ഷോട്ടിലൂടെ ബാഴ്സയുടെ വലയിലേക്ക് തൊടുത്ത് ഡെൻസൽ ഡംഫ്രൈസിന്റെ 2ാമത്തെ ഗോളും. ബാഴ്സ 2 ഗോളുകൾക്ക് പുറകിൽ. എന്നാൽ 24ാമത്തെ മിനിറ്റിൽ ഒറ്റക്കുള്ള മുന്നേറ്റത്തിനൊടുവിൽ റേഞ്ചിലൂടെ ബാഴ്സക്കായി യമാലിന്റെ മറുപടിയുമെത്തി. പിന്നാലെ 38ാമത്തെ മിനിറ്റിൽ റാഫീഞ്ഞയുടെ അസിസ്റ്റിൽ ഫെറൻ ടോറൻസിന്റെ മറുപടിയും. ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ മത്സരം 2-2 എന്ന നിലയിൽ സമനിലയിൽ. എന്നാൽ 2ാം പകുതിയിലും ആദ്യം മുന്നിലെത്തിയത് ഇന്റർ തന്നെയായിരുന്നു. 63ാമത്തെ മിനിറ്റിൽ കോർണർ കിക്കിന് തലവെച്ച ഡംഫ്രീസ് വീണ്ടും ഇന്ററിനെ മുന്നിലെത്തിച്ചു. എന്നാൽ ഇന്ററിന് ഒന്ന് ആഘോഷിക്കാനുള്ള സമയം പോലും ബാഴ്സ നൽകിയില്ല. 65ാമത്തെ മിനിറ്റിൽ തന്നെ പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്നുള്ള തകർപ്പൻ ഷോട്ടിലൂടെ റാഫീഞ്ഞ ബാഴ്സയെ വീണ്ടും ഒപ്പമെത്തിച്ചു. ക്രോസ് ബാറിലടിച്ച പന്ത് ഇന്റർ ഗോൾ കീപ്പർ യാൻ സോമറുടെ കയ്യിൽ തട്ടിയാണ് വലയിലേക്ക് കയറിയത്. ഇരു ടീമുകളും പിന്നെയും ഇരച്ചു കയറിയെങ്കിലും ഗോൾ മാത്രം അകന്നുനിന്നു. മത്സരത്തിൽ പന്തടക്കത്തിലും അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുമെല്ലാം ബാഴ്സ തന്നെയായിരുന്നു ഏറ്റവും മുന്നിൽ. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ ഇന്റർ ബാഴ്സയെ ഞെട്ടിച്ചുകൊണ്ടിരുന്നു. കളിയുടെ അവസാന സമയത്ത് യാമിൻ യമാൽ പോസ്റ്റിലേക്ക് കോരിയിട്ട പന്ത് ബാറിൽ തട്ടി തിരിച്ചു വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ടൂർണമെന്റ് കണ്ട ഏറ്റവും മനോഹരമായ ഗോളായി അത് മാറുമായിരുന്നു. മെയ് 7 ഇന്ററിന്റെ തട്ടകത്തിൽ 2ാം പാദ മത്സരം നടക്കുന്നത്.